വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഇന്നൊരു പെഡിക്യൂർ ചെയ്യുന്നൊരു വീഡിയോ ആണ്. അപ്പോൾ ഒരുപാട് നാളായി ഞാൻ പെഡിക്യൂർ ചെയ്തിട്ട് തന്നെ ഇപ്പോൾ ഒരു 4-5 മാസത്തിന് മുകളിലേക്ക് തന്നെ. അതുകൊണ്ട് തന്നെ എനിക്ക് നന്നായിട്ട് ടാൻ അടിച്ച് നിൽക്കുകയും ചെയ്തത് കേട്ടോ. അപ്പോൾ ഒന്നാമതൊക്കെ അതുകൊണ്ടാണ് എനിക്ക് ഇതിൻ്റെ പണിയും കൂടിയും കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഭയങ്കര വെയിലും അല്ല, അപ്പോൾ അതുകൊണ്ട് തന്നെ നന്നായിട്ട് ടാൻ അടിച്ചിട്ട് നിന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് പെഡിക്യൂറിൻ്റെ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ നിങ്ങൾ ഇതുവരെ എൻ്റെ വീഡിയോ കാണാത്തവരാണ്, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും കൂടി ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ. പിന്നെ നിങ്ങളുടെ സൈഡിലെ ബെല്ലൈക്കണും കൂടി ഒന്ന് ഞെക്കിയാൽ ഓൾന്നും കൂടി ഞെക്കിയാൽ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. അപ്പോൾ ഞാനൊരു ബക്കറ്റിൽ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ചൂട് വെള്ളമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഭയങ്കര ചൂടല്ല, കുറച്ചൊരു നമുക്ക് പറ്റാവുന്ന അത്രയുള്ള ചൂടെടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് പച്ചവെള്ളം വേണമെങ്കിൽ പച്ചവെള്ളം എടുക്കുക. നിങ്ങൾക്ക് കുറച്ചും കൂടി എഫക്റ്റീവ് ആണെങ്കിൽ കുറച്ച് ലൈറ്റ് ചൂടുവെള്ളം എടുക്കുന്നത് തന്നെയാണ് നല്ലത്. അപ്പോൾ ഇതിലേക്ക് ഞാൻ 2 പാക്കറ്റ് ഷാമ്പു എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് പതപ്പിച്ച് കഴിഞ്ഞതിന് ശേഷം കുറച്ച് ഇതിലേക്ക് സോൾട്ടും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത് രണ്ടും കൂടി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക. അപ്പോൾ ഇത് രണ്ടും കൂടി എന്തിനാണ് ഇടുന്നതെന്ന് വെച്ചാൽ കാല് നന്നായിട്ടൊന്ന് ക്ലീൻ ആകാനും കുറച്ചൊന്ന് കുതിരാനും വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു 10-15 മിനിറ്റ് നമ്മൾ കാല് ഈ വെള്ളത്തിലേക്ക് ഒന്ന് മുക്കി വെച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ എൻ്റെ കാലിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയാണിത്. അപ്പോൾ നന്നായിട്ട് ടാൻ അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ നെയിൽ പോളിഷൊന്നും ഞാൻ പോക്കുന്നില്ല, കാരണം വെച്ചാൽ നമ്മൾ വീട്ടിൽ തന്നെ ചെയ്യുന്നതല്ലേ. അപ്പോൾ പാർലറിൽ ചെയ്ത സമയത്ത് നെയിൽ പോളിഷൊക്കെ പോക്കിയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിപ്പോൾ കാലിലെ ക്യൂടെക്സ് ഒന്നും പോക്കുന്നില്ല കേട്ടോ. ഈ കാല് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതാക്കിയിട്ടൊന്ന് കഴുകി കൊടുക്കുക. അതിനുശേഷം നമ്മളൊരു സ്ക്രബ്ബർ ഉപയോഗിച്ചിട്ട് കാല് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്യണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് സ്ക്രബ്ബർ ഇല്ലെങ്കിൽ നമ്മൾ പല്ലേക്കുന്ന ബ്രഷില്ലേ, അപ്പോൾ അതെടുത്താൽ മതി. അപ്പോൾ ഇത് ഞാൻ കടയിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഇതൊരു 60-70 രൂപ അത്രയേ വരുന്നുള്ളൂ, ആ റേഞ്ചിലേ വരുന്നുള്ളൂ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന സമയത്ത്. അപ്പോൾ ഇതിനേക്കാട്ടും നല്ല ക്വാളിറ്റിയുള്ള ഒരു സ്ക്രബ്ബർ ബാർ ഇതൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈനിൽ നിന്നും വാങ്ങുന്നതാണ് നല്ലത്. അപ്പോൾ എനിക്കത് ഓൺലൈനിൽ നിന്നെക്കാട്ടും നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്നത് തന്നെയാണ് നല്ലത് തോന്നുന്നു. കാരണം വെച്ചാൽ ബഡ്ജറ്റ് ഫ്രീ ആണ്. ഓൺലൈനിൽ കുറച്ച് പ്രൈസ് കൂടുതലാണെന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കടയിൽ നിന്നൊന്ന് വാങ്ങിച്ചത് കണ്ടപ്പോൾ തന്നെ. അപ്പോൾ ഇത് നമ്മൾ ബ്രഷ് വെച്ചിട്ട് നന്നായിട്ട് മുകളിലെ ഭാഗവും കാലിൻ്റെ അടിയും നന്നായിട്ടൊന്ന് ഇതേപോലെ ഒന്ന് ക്ലീൻ ആക്കി കൊടുക്കുക. നമ്മൾ നഖത്തിൻ്റെ ഇടയ്ക്കൊക്കെ നന്നായിട്ട് കച്ചറൊക്കെ കുടുങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നന്നായിട്ടൊന്ന് കളയണം. അപ്പോൾ ഒരു കുറച്ച് സമയം ഇതൊന്ന് 2-3 മിനിറ്റ് ഇതേപോലെ ഒന്ന് കാലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി അടുത്ത ചെയ്യണമെന്ന് വെച്ചാൽ ഈ ബ്രഷിൻ്റെ സൈഡിൽ തന്നെ ഒരു സ്റ്റീലിൻ്റെ തന്നെ ആയിട്ടുള്ള ഒരു സ്ക്രബ് ഉണ്ട്. അപ്പോൾ ആ സ്ക്രബ് വെച്ചിട്ട് കാലിൻ്റെ പാദത്തിൽ നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഈ സ്റ്റീലിൻ്റെ സ്ക്രബ് കൊണ്ട് നമ്മുടെ കാലിൻ്റെ മുകളിലത്തെ ഭാഗം സ്ക്രബ് ചെയ്യാൻ പാടില്ല. കാരണം എന്ന് വെച്ചാൽ അവിടെ സ്ക്രാച്ചസ് വരാനുള്ള നല്ല സാധ്യതയുണ്ട്. അപ്പോൾ നമ്മുടെ കാലിൻ്റെ മുകളിലത്തെ തൊലി കുറച്ച് കട്ടികൾ കുറവാണ്, കാലിൻ്റെ അടിയിലത്തെ ഭാഗമാണ് കുറച്ചും കൂടി കട്ടിയായിട്ടുള്ളത്. അപ്പോൾ സ്ക്രാച്ചസ് വന്നാൽ തന്നെ കാല് വീണ്ടും നന്നായിട്ട് ഇരുണ്ടു പോകാനുള്ള സാധ്യതയുണ്ട്. അതിനാണ് നമ്മുടെ കാലിൻ്റെ പാദത്തിൽ മാത്രം ഇതേപോലെ നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുന്നത് ഇത് വെച്ചിട്ട്. അപ്പോൾ കാലിൻ്റെ അടിയിലത്തെ കുറച്ചുകൂടി കട്ടിയായിട്ടുള്ള തൊലി ഉണ്ടാകും, അതൊക്കെ നന്നായിട്ടൊന്ന് ഇളകി വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതൊക്കെ പോയി കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ പെഡിക്യൂർ പൂർത്തിയാക്കാൻ പറ്റൂ കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് ഇതേപോലെ ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലത്തെ സ്റ്റീലിൻ്റെ ഇതൊക്കെ നമുക്ക് പുറത്തുനിന്ന് വാങ്ങാൻ കിട്ടും കേട്ടോ. ഇനി നമ്മൾ അടുത്ത ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഒരു പാക്ക് റെഡിയാക്കാൻ പോവാണ്. അപ്പോൾ ഈ പാക്കിൽ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് എന്ന് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ആദ്യം നമ്മൾ സ്ക്രബാണ് റെഡിയാക്കാൻ പോകുന്നത്. അപ്പോൾ അതിലേക്ക് കുറച്ച് അരിപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് സ്ക്രബിന് ആവശ്യമായിട്ടുള്ള അരിപ്പൊടിയാണ് വേണ്ടത്. പിന്നെ ഇതിലേക്ക് കോഫി പൗഡറും, ഏത് ബ്രാൻഡിൻ്റെ ആയാലും കുഴപ്പമില്ല, കോഫി പൗഡർ എടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു 2-3 സ്പൂണ് ഷുഗറും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് 3ഉം കൂടിയിട്ടൊന്ന് മിക്സാക്കിയതിന് ശേഷം കുറച്ച് ഗ്ലിസറിൻ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടി വിട്ടുപോയതാണ് കേട്ടോ. അപ്പോൾ ഇത് 4ഉം കൂടിയാണ് നമ്മൾ കുറച്ച് വെള്ളവും കൂടി ആഡ് ചെയ്തിട്ട് മിക്സാക്കി എടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ മിക്സ് പരിവം ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് മിക്സാക്കിയിട്ട് എടുക്കണം. നമ്മൾ കുഴമ്പ് രൂപത്തിലോ അങ്ങനെയൊന്നുമല്ല, ഇതുപോലെ ഇതാക്കിയിട്ട് നല്ല തിക്ക് കൺസിസ്റ്റൻറ്റിയിലായിട്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് നോക്കാം കേട്ടോ. ഗ്ലിസറിൻ ഇല്ലെങ്കിൽ അത് യാതൊരു പ്രശ്നവുമില്ല, ഗ്ലിസറിൻ വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഇല്ലെങ്കിൽ നമ്മുടെ കോക്കനട്ട് ഓയിലില്ലേ, അപ്പോൾ അത് 1 സ്പൂണ്
ഒഴിച്ച് കൊടുത്തിട്ട് മിക്സാക്കി കൊടുത്തതിന് ശേഷം ഇതുപോലെ കാലിലേക്ക് നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക. ഒരു 2-3 മിനിറ്റോളം ഇതേപോലെ നന്നായിട്ട് തിക്ക് കൺസിസ്റ്റൻറ്റിൽ തന്നെ നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് സർക്കുലർ മോഷനിലായിരിക്കണം നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം തന്നെ നമ്മുടെ സ്കിന്നിലെ ഡെഡ് സ്കിന്നൊക്കെ നന്നായിട്ട് മാറിക്കോളും. ഇപ്പോൾ സ്ക്രബ് ചെയ്യുമ്പം തന്നെ നമ്മുടെ ഉള്ളിലത്തെ എല്ലാ കാര്യങ്ങളും നന്നായിട്ട് പുറന്തള്ളുകയും ചെയ്യും. അപ്പോൾ സ്കിന്നൊക്കെ കുറച്ച് നല്ല സോഫ്റ്റായിട്ട് നിൽക്കുകയും ചെയ്യും. അപ്പോൾ ഇത് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഇതുപോലത്തെ സ്ക്രബൊക്കെ ചെയ്യാൻ പറ്റും. കാരണം വെച്ചാൽ നമ്മൾ ഫേസിലേക്കാട്ടും കുറച്ചും കൂടി തിക്കായുള്ള സ്കിന്നാണ് ഈ കാലിലെ ഭാഗത്തൊക്കെ. അതുകൊണ്ട് നമുക്ക് 2 ദിവസം കൂടുമ്പോഴൊക്കെ സ്ക്രബ് ചെയ്തെടുക്കുന്നതിനൊന്നും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇത് സ്ക്രബ് ചെയ്തതിന് ശേഷം ഇപ്പം ഞാൻ 2-3 മിനിറ്റാണ് സ്ക്രബ് ചെയ്ത് കൊടുത്തത്. ഇനി കുറച്ച് ലെമൺ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു 1/2 ലെമണാണ് എടുത്തിട്ടുള്ളത്. അത് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് കാലിലിട്ടിട്ട് നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ ഈ പാക്കിൽ ഞാൻ ഇത് ലെമൺ ഇട്ട് കൊടുത്തിട്ടില്ല. 1/2 ലെമൺ എടുത്തിട്ട് ഇതുപോലെ സ്ക്രബ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ കാലിൻ്റെ വിരലിലും അതിൽ കാലിൻ്റെ മുകളിലൊക്കെ നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുത്ത് കേട്ടോ. അപ്പോൾ ഇനി ഇതൊരു 2-3 മിനിറ്റ് അവിടെ തന്നെ വെക്കുകയും ചെയ്യണം കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് കഴുകി കൊടുക്കണം. ഞാനൊരു 5 മിനിറ്റ് ഒന്ന് അവിടെ തന്നെ വെച്ചിട്ടാണ് ഇത് കഴുകി കൊടുക്കുന്നത്. അപ്പോൾ നേരത്തെ എടുത്ത് വെച്ചാൽ വെള്ളത്തിൽ തന്നെ ഒന്ന് കഴുകി കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്ന് വെച്ചാൽ അപ്പോൾ ലാസ്റ്റ് സ്റ്റെപ്പാണ് ഒരു പാക്ക് റെഡിയാക്കാൻ പോവാണ്. അപ്പോൾ നമ്മൾ ഇടുന്ന പാക്കാണ് ഇനി കുറച്ചും കൂടി എഫക്റ്റീവായിട്ട് ഉണ്ടാവുക. അപ്പോൾ ഇതിന് 2 ഇൻഗ്രീഡിയൻസ് മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഇൻഗ്രീഡിയൻസ് എന്ന് വെച്ചാൽ കോഫി പൗഡർ തന്നെയാണ്. അപ്പോൾ കോഫി പൗഡർ എത്രത്തോളം നമുക്ക് യൂസ് ആണെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും. നമ്മുടെ ടാനൊക്കെ നന്നായിട്ട് റിമൂവ് ആവാനും ഡെഡ് സ്കിന്നൊക്കെ മാറിയിട്ട് നല്ല സോഫ്റ്റായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് അടിപൊളിയാണ്. അപ്പോൾ പേസ്റ്റും കൂടി ഞാൻ എടുക്കുന്നുണ്ട്. അപ്പോൾ കോൾഗേറ്റ് പേസ്റ്റാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ റെഡ് കളറാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വൈറ്റ് കളറോ കോൾഗേറ്റിൻ്റെ ഏത് പേസ്റ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം. അപ്പോൾ ഇത് രണ്ടും കൂടി ഒന്ന് മിക്സാക്കി കൊടുത്തിട്ട് നമ്മൾ കാലിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഞാൻ ഇത് നന്നായിട്ട് കാലിൻ്റെ മുകളിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഒരു 2-3 മിനിറ്റോളം ഇത് വെച്ച് കൊടുത്താൽ മാത്രം മതി. ഒരു 5 മിനിറ്റ് അതിൻ്റെ അപ്പുറം ഇത് വെച്ച് കൊടുക്കണ്ട. കാരണം വെച്ചാൽ നമ്മൾ പേസ്റ്റ് അല്ലേ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് പേസ്റ്റ് ഇല്ലെങ്കിൽ വെറും കോഫി പൗഡർ മാത്രം ഇട്ട് കൊടുത്താൽ മതി. കുറച്ച് ലെമണും കൂടി ആഡ് ചെയ്തിട്ട് ഈ പാക്കൊന്ന് മിക്സാക്കിയതിന് ശേഷം ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ കാൽ ഞാനൊരു 5 മിനിറ്റോളം വെച്ചതിന് ശേഷം ഇത് എന്തായാലും ഡ്രൈ ആകാനുള്ള വലിയ സാധ്യത. കാരണം ഒരു ഒട്ടിപ്പിടിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ ഉള്ളത്. ഈ ടൈം വരെയാണ് ഞാൻ ഇപ്പോൾ വെച്ച് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി ഇത് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം നമ്മുടെ കാലെങ്ങനെയാണുള്ളത്. അപ്പം നമ്മുടെ കാലിൻ്റെ എഫക്റ്റീവ് ഇതാണ് കിട്ടിയിട്ടുള്ളത്. ടാനൊക്കെ കുറച്ച് നന്നായിട്ട് മാറിയിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ മാസത്തിൽ 2 പ്രാവശ്യം ഇത് ചെയ്ത് നോക്കുക. അപ്പോൾ നല്ല എഫക്റ്റീവാണ്. അപ്പോൾ എൻ്റെ കാലിൻ്റെ ആകൃതി നോക്കിയിട്ട് കാര്യമില്ല കേട്ടോ. അപ്പോൾ എൻ്റെ കാലിങ്ങനെയാണ്. ഗൈസ്, നമ്മുടെ പെഡിക്യൂറിൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്കിത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇത് മാസത്തിൽ നമ്മളിത് ചെയ്ത് നോക്കിയാൽ മതി. ഇല്ലെങ്കിൽ മാസത്തിൽ 2 പ്രാവശ്യം വേണമെങ്കിൽ അതും കൂടി ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇതിലെ ഇൻഗ്രീഡിയൻസിൽ ചേഞ്ച് വരുത്തണമെങ്കിൽ ചേഞ്ച് വരുത്താം. അപ്പോൾ നിങ്ങൾക്ക് പേസ്റ്റ് വേണ്ടെങ്കിൽ നിങ്ങൾ വെറും കോഫി പൗഡർ മാത്രം ഉപയോഗിച്ചാൽ മാത്രം മതി. പിന്നെ അതിൽ പേസ്റ്റിൻ്റെ പകരം നമ്മൾ എഗ് വൈറ്റ്, മുട്ടയുടെ എഗ് വൈറ്റ് മാത്രം എടുക്കുക. അപ്പോൾ അത് രണ്ടും കൂടി മിക്സ് ആക്കിയിട്ട് വേണമെങ്കിൽ അതും കൂടി അപ്ലൈ ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കൂടിയും ചെയ്യുക. അപ്പോൾ ഇനിയുള്ള വീഡിയോസൊക്കെ നിങ്ങളെ കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ.